ഹലോ, ഇന്നിതാ ഞാൻ വീണ്ടും ഒരു ചീസ് കേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ പൈനാപ്പിൾ ചീസ് കേക്കാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഗുഡ് ഡേ ബിസ്ക്കറ്റ്സ് എടുക്കാം. ഞാനിവിടെ 18 എണ്ണം എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടറും പിന്നെ 100 ഗ്രാമിൻ്റെ 2 ഫ്രഷ് ക്രീമും, അപ്പോൾ 200 ഗ്രാമായി. പിന്നെ ക്രീം ചീസ് ഒരു 300 ഗ്രാം. ആദ്യം ചെയ്യാനുള്ള നമുക്ക് ബിസ്ക്കറ്റ്സ് മിക്സർ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ബട്ടർ മെൽറ്റ് ചെയ്തതും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ശേഷം നമ്മൾ ബട്ടറൊക്കെ ലൈൻ ചെയ്ത് വെച്ച കേക്ക് ടിന്നിലേക്ക് ഈ ബിസ്ക്കറ്റ് പൗഡർ ഇട്ട് കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. ഗ്ലാസ്സോ സ്പാച്ചുലോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് ഒരു 10 മിനിറ്റ് സെറ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ നമുക്കൊരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് മിക്സിയിലൊന്ന് ഇതുപോലെ പൊടിച്ച് വെക്കുക. ഇനി ഒരു മിക്സിംഗ് ബൗൾ എടുക്കുക. നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാര ആഡ് ചെയ്യുക. അതിലേക്ക് ക്രീം ചീസ് 300 ഗ്രാം അത് മുഴുവനായിട്ട് ആഡ് ചെയ്യുക. 100 ഗ്രാമിൻ്റെ 2 ബൗള് ഫ്രഷ് ക്രീം ഉണ്ടായിരുന്നു, അതും ആഡ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് 2 എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കണം. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ആഡ് ചെയ്യുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത എഗ്ഗ് ആയാലും ഫ്രഷ് ക്രീം ആയാലും ക്രീം ചീസ് ആയാലും ഡയറക്റ്റ് ചേർക്കരുത്. റൂം ടെമ്പറേച്ചറിൽ ആയതിനു ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു ഹാൻഡ് ബ്ലെൻഡർ കൊണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്താലും മതി. കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മിക്സിംഗ് പരിപാടി ഫുൾ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഫ്രിഡ്ജിൽ നിന്ന് സെറ്റ് ചെയ്യാൻ വെച്ച ബിസ്ക്കറ്റ് മിക്സിൻ്റെ മേലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ബേക്ക് ചെയ്യാനുള്ള ഓവൻ പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം ഒരു ട്രേയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മേലേക്കാണ് നമ്മൾ കേക്ക് ടിന്ന് വെച്ച് കൊടുക്കേണ്ടത്. അതിനുശേഷം 180 ഡിഗ്രിയിൽ ഒരു 45 മിനിറ്റ്സ് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കിട്ടും. ഇനി ഓവൻ ഇല്ലാത്തവരാണെങ്കിൽ ഒന്നും വിഷമിക്കണ്ട. നമുക്ക് ഗ്യാസ് സ്റ്റൗവിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് സ്റ്റീമറിൽ സ്റ്റീം ചെയ്തെടുത്താലും മതി. ഇനി കേക്കിൻ്റെ ടോപ്പിംഗ് കൊടുക്കാൻ ഞാനിവിടെ പൈനാപ്പിൾ ഫ്രൂട്ട് ബ്ലെൻഡ്സ് എടുത്തിട്ടില്ല. ഇതിൻ്റെ തന്നെ എല്ലാ ഫ്രൂട്ട്സിൻ്റെയും നമുക്ക് കിട്ടും. ഇതൊരു 1/2 കപ്പ് ഞാനൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കുറച്ച് തണുത്ത വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതും കൂടെ ചേർത്ത് ഒരു 5 മിനിറ്റ് നമുക്കിങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കുമ്പോൾ ഒന്ന് കുറുകിയ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. അത് നന്നായി തണുത്തതിന് ശേഷം നമ്മളെ കേക്കിൻ്റെ മേലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. വീണ്ടും ഒരു 4 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് എടുത്ത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഉണ്ടാക്കാൻ നല്ല ഈസിയാണ്. ഈ ചാനലിൽ തന്നെ വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള 3 ചീസ് കേക്ക്സിൻ്റെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. 3 മെത്തേഡ് ഓഫ് മേക്കിംഗ് ആണ്. അത് കണ്ടു നോക്കുക. എല്ലാം ഈസിയാണ്, എന്നാലും നല്ല ടേസ്റ്റിയാണ്. ഇതിൽ പിന്നെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, മൈദ ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.